ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായിട്ട് സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായിട്ടുള്ള മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഭക്തി മൂവ്മെൻറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടിൽ സൂഫി മൂവ്മെൻറ്റ്. അപ്പം മിഡീവൽ ഇന്ത്യയിൽ 2 കൾച്ചറൽ മൂവ്മെൻറ്റാണ് നിലനിന്നിരുന്നത്. ഒന്ന് ഭക്തി മൂവ്മെൻറ്റ്, രണ്ടാമത്തത് സൂഫി മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂഫി മൂവ്മെൻറ്റിനെ പറ്റിയാണ്. നോക്കൂ, ഒരു നീല ബോക്സിൽ കിടക്കുന്നത് നോക്കൂ. ജലാലുദ്ദീൻ ഖിൽജി, ദ സുൽത്താൻ ഓഫ് ഡൽഹി, റിവീൽഡ് ഹിസ് ഡിസയർ ടു അമീർ ഖുസ്രു ടു മീറ്റ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. അതായത് ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് ആരാണ്? സുൽത്താനേറ്റിലെ, ഡൽഹി സുൽത്താനേറ്റിലെ രാജാവാണ് ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. പിന്നെയാണ് മുഗൾ രാജവംശം വരുന്നത്. റിവീൽഡ് ഹിസ് ഡിസയർ ടു അമീർ ഖുസ്രു. അമീർ ഖുസ്രു ആരാണ്? അമീർ ഖുസ്രു എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡോ പേർഷ്യൻ സൂഫി സിംഗറാണ്, ഒരു മ്യൂസിഷ്യനാണ്, പോയറ്റാണ്, ഒരു സ്കോളറാണ്. അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ദ ഫാദർ ഓഫ് ഉറുദു ലിറ്ററേച്ചർ. ഉറുദു ലിറ്ററേച്ചറിൻ്റെ സാഹിത്യത്തിൻ്റെ ഫാദർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ഞാൻ ഈ ഉറുദു അമീർ ഖുസ്രുവിനെയൊക്കെ പറ്റി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് നമ്മൾ 7th ക്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ പഠിക്കുന്നത്. നമ്മളിങ്ങനെ മുകളിലോട്ട് നമ്മുടെ ക്ലാസ്സുകൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വേർഡോ അല്ലെങ്കിൽ പുതിയ നെയിമോ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ്, അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഈ ഫീൽഡിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ചുമ്മാതെങ്കിലും പോയി ഒന്ന് സെർച്ച് ചെയ്യണം. കാരണം അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളത് മൈൻഡിൽ നിന്ന് അത് മാറത്തില്ല. നമ്മൾ പിന്നെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മൈൻഡിൽ അത് തന്നെ കിടക്കും. ഇപ്പോൾ നോക്കുക, അമീർ ഖുസ്രു എന്ന് പറയുന്നൊരു വാക്ക് കിട്ടിയാൽ അദ്ദേഹത്തെ പറ്റി സെർച്ച് ചെയ്യണം. അന്നേരം അദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകാനും പറ്റും. അദ്ദേഹത്തിൻ്റെ നെയിം നമ്മുടെ മനസ്സിൽ നിന്നും മായത്തുമില്ല. അപ്പം ജലാലുദ്ദീൻ ഖിൽജി എന്തോ പറഞ്ഞു, അമീർ ഖുസ്രുവിനോട് പറഞ്ഞു അദ്ദേഹം ഷെയ്ഖ് നസ്രുദ്ദീൻ ഔലിയയെ മീറ്റ് ചെയ്യണമെന്ന്. നസ്രുദ്ദീൻ ഔലിയ എന്ന് പറഞ്ഞാൽ ഒരു സൂഫി സെയിൻ്റ് ആണ്. ദ സുൽത്താൻ ഇൻട്രസ്റ്റഡ് ദാറ്റ് ദ മീറ്റിംഗ് ഷുഡ് ബി കെപ്റ്റ് സീക്രട്ട്. അദ്ദേഹം അത് രഹസ്യമാക്കി വെക്കണമെന്ന് പറഞ്ഞു ആ മീറ്റിംഗ്. ആ ഔലിയ വുഡ് റെഫ്യൂസ് ടു മീറ്റ് ഹിം. അദ്ദേഹത്തെ സന്ദർശിക്കാൻ റെഫ്യൂസ് ചെയ്യും. ഔലിയ റെഫ്യൂസ് ചെയ്യുമെന്ന് രാജാവിന് അറിയാമായിരുന്നു. ബട്ട് ഖുസ്രു ടോൾഡ് ദിസ് ടു ഔലിയ. പക്ഷേ ഖുസ്രു ആരോട് പറഞ്ഞു? ഔലിയോട് പറഞ്ഞു. ഹു ഡിഡ് നോട്ട് ലൈക്ക് ടു മീറ്റ് റൂളേഴ്സ്. ആരാണ്? നസറുദ്ദീൻ ഔലിയ റൂളേഴ്സിനെ, രാജാക്കന്മാരെ മീറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രാവൽഡ് ഫാർ ഓൺ ദ ഡേ ഓഫ് ദി വിസിറ്റ്. അദ്ദേഹം ആ രാജാവ് സന്ദർശിക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ദൂരത്തേക്ക് യാത്രയായി. ഓൺ റീച്ചിങ് ദി കാൻഖ്വ ദ കിങ് കുഡ് നോട്ട് സീ ദ ഷെയ്ഖ് ആൻഡ് ബിക്കെയിം ആംഗ്രി വിത്ത് ഖുസ്രു. ഓൺ റീച്ചിങ് ദ കാൻഖ്വ. കാൻഖ്വ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ സൂഫിമാർ താമസിക്കുന്ന സ്ഥലം. അവർ ഗാദർ ചെയ്യുകയും സൂഫി സെയിൻറ്റുകൾ ഗാദർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഈ കാൻഖ്വ എന്ന് പറയുന്നത്. അപ്പം ദ കിങ് കുഡ് നോട്ട് സീ ദ ഷെയ്ഖ് ആൻഡ് ബിക്കെയിം ആംഗ്രി വിത്ത് ഖുസ്രു. അദ്ദേഹം രാജാവ് ആരെ കണ്ടില്ല? ഈ നസറുദ്ദീൻ ഔലിയയെ കണ്ടില്ല. അങ്ങനെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. യു ആർ ഡെസീവിങ് ദി സുൽത്താൻ, വെറന്റ് യു, നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നു. ഖുസ്രു റിപ്ലൈഡ്. ഖുസ്രു മറുപടി കൊടുത്തു, ഇഫ് ഐ ഡെസീവ് ദ കിങ് ഒൺലി മൈ ലൈഫ് ഇൻ ദിസ് വേൾഡ് വിൽ എൻഡ്. ഞാൻ രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം തീരുകയേ ഉള്ളൂ. ബട്ട് ഇഫ് ഐ ചീറ്റ് മൈ ഷെയ്ഖ്, ഞാൻ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ ഐ വിൽ ലോസ് ദി ഇമ്മോർട്ടൽ ആഫ്റ്റർ ലൈഫ് ടു. എന്ന് പറഞ്ഞാൽ എന്താണ്? അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാവും എനിക്ക് നഷ്ടപ്പെടുന്നതെന്ന്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്ക്. ഡസൻറ്റ് ദിസ് ഇൻഡിക്കേറ്റ് ടെൽ അസ് ദാറ്റ് ഖുസ്രു ഹു വാസ് നോട്ട് അഫ്രൈഡ് ഓഫ് ഡെത്ത് വാസ് അഫ്രൈഡ് ഓഫ് ദ ഡിസ്പ്ലഷർ ഓഫ് ഹിസ് സൂഫി ഷെയ്ഖ് നസറുദ്ദീൻ ഔലിയ. വാട്ട് എൽസ് ഡിഡ് യു ലേൺ ഫ്രം ദിസ് സ്റ്റോറി? മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു എന്നല്ലേ ഈ സംഭവ കഥ പറയുന്നത്? വാട്ട് എൽസ് ഡിഡ് യു ലേൺ ഫ്രം ദിസ് സ്റ്റോറി? നിങ്ങൾ എന്താണ് ഈ സ്റ്റോറിയിൽ നിന്ന് പഠിച്ചത്? ആ 2 പോയിൻ്റ് അവിടെ എഴുതാനാണ്. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊന്നും അല്ല, എന്നാലും നമുക്കൊന്ന് എഴുതി നോക്കാം. സൂഫീസ് വെയർ ദോസ് ഹു അക്സെപ്റ്റഡ് ഭക്തി ആസ് എ മീൻസ് ടു അപ്രോച്ച് ഗോഡ്. സൂഫി സെയിൻറ്റുകൾ, സൂഫി സന്യാസിമാർ ദോസ് ഹൂ അക്സെപ്റ്റഡ് ഭക്തി അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് വാസ് എ മീൻസ് ടു അപ്രോച്ച് ഗോഡ്, ഈശ്വരനിൽ എത്തിച്ചേരാനുള്ളൊരു വഴിയായിട്ടാണ്.
സൂഫി സ്കോളേഴ്സ് തോട്ട് വൺ ഓഫ് ദ വൈസ് ടു അച്ചീവ് ദിസ് വാസ് ഡിവോഷണൽ സിംഗിങ്. അവരെന്താണ് ചിന്തിക്കുന്നത്? വൺ ഓഫ് ദ വൈസ് ടു അച്ചീവ്, ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ടു അച്ചീവ് ദിസ്, ഇത് നേടിയെടുക്കാൻ, വാസ് ഡിവോഷണൽ സിംഗിങ്. അതായത് ഈ ദൈവത്തിൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാൽ ഡിവോഷണൽ സിംഗിങ് എന്ന് വെച്ചാൽ എന്താണ്? ഭക്തിഗാനം മാത്രമേ ഉള്ളൂ. ദേ ട്രാവൽഡ് എമംഗ് ദി കോമൺ പീപ്പിൾ, സാധാരണക്കാരുടെ ഇടയിൽ അവർ യാത്ര ചെയ്തിട്ട് ആൻഡ് പ്രൊപ്പഗേറ്റഡ് സൂഫി പ്രിൻസിപ്പിൾസ്, സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. അതാണ് പ്രിൻസിപ്പിൾ. സൂഫി പ്രിൻസിപ്പിൾസ് വെച്ചാൽ തത്വങ്ങൾ പ്രചരിപ്പിച്ചു. പിന്നീട് എന്തുവാണ്? എംബസൈസ് വാസ് ഗിവൺ ടു ദി, എന്താണ് അവർ പ്രാധാന്യം കൊടുത്തത്? എന്തുവാണ്? കൺസെപ്റ്റ് ഓഫ് മൊണോത്തീസം. മൊണോത്തീസം വെച്ചാൽ ഏകദൈവ വിശ്വാസം. പിന്നെന്താണ്? ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. ഫ്രട്ടേണിറ്റി, സാഹോദര്യം. ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. ആൻഡ് ഡിവോഷൻ ടു ഗോഡ്, പിന്നെ ദൈവത്തോടുള്ള സമർപ്പണം, സ്നേഹം എന്നീ ആശയങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകി, എംബസൈസ് കൊടുത്തു. ഇനി നോക്കൂ, സൂഫിസം. സ്കോളേഴ്സ് സജസ്റ്റഡ് ദാറ്റ്, പണ്ഡിതന്മാർ പറയുന്നത്, ദ വേർഡ് സൂഫിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് സൂഫ് മീനിങ് വൂള്. അതായത് കമ്പിളി എന്നർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രം ദ വേർഡ് സഫി മീനിങ് പ്യൂരിറ്റി, ശുദ്ധി എന്നർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആയിരിക്കാം സൂഫിസം എന്ന് പറയുന്ന വേർഡ് ഉണ്ടായതെന്നാണ് സ്കോളേഴ്സ് അഭിപ്രായപ്പെടുന്നത്. നെക്സ്റ്റ് നോക്ക്, സൂഫിസം ഈസ് ആൻ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻറ്റ്. അതായത് ഇസ്ലാമിക് ഡിവോഷണൽ, ഭക്തിപരമായിട്ടുള്ള ഒരു ഇസ്ലാമിക് മൂവ്മെൻ്റ് ആണ്. വിച്ച് ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യയിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. ദ റൂളേഴ്സ് ഹിയർ ബിഗാൻ ടു പേ മോർ അറ്റൻഷൻ ടു വേൾഡ്ലി പ്ലഷർ ലൈക്ക് വെൽത്തി, പവർ ആൻഡ് ലക്ഷൂറിയസ് ലൈഫ്. അവിടുത്തെ റൂളേഴ്സ്, ഭരണാധികാരികൾ ബിഗാൻ ടു പേ മോർ അറ്റൻഷൻ ടു വേൾഡ്ലി പ്ലഷർ ലൈക്ക് വെൽത്ത്, പവർ ആൻഡ് ലക്ഷൂറിയസ് ലൈഫ്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന രാജാക്കന്മാർ കൂടുതൽ അറ്റൻഷൻ കൊടുത്തത്, ശ്രദ്ധ കൊടുത്തത് ലൗകിക ജീവിതമായിട്ടുള്ള എന്തൊക്കെയാണ്? വെൽത്ത്, ധനത്തിന്, പവർ, അധികാരത്തിന്, ലക്ഷൂറിയസ് ലൈഫ്, ആഡംബര ജീവിതത്തിനൊക്കെയായിരുന്നു. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് സച്ച് ട്രെൻഡ്സ് ദാറ്റ് ദ സൂഫി മൂവ്മെൻറ്റ് എമർജ്ഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിരെയായിട്ടാണ് സൂഫി മൂവ്മെൻറ്റ് എമർജ് ചെയ്തത്, സൂഫി ഭക്തി പ്രസ്ഥാനം എമർജ് ചെയ്തത്, ഉണ്ടായി വന്നത്. ദ സൂഫി മൂവ്മെൻറ്റ് റീച്ച്ഡ് ഇന്ത്യ ബൈ ദ 12th century CE. അപ്പോൾ ഇന്ത്യയിൽ വന്നതെന്ന് ആദ്യം സെൻട്രൽ ഏഷ്യയിലാണെന്ന് പറഞ്ഞു, പിന്നീട് ഇന്ത്യയിൽ വന്നത് 12ാം നൂറ്റാണ്ടിലാണ്. എമംഗ് ദി 12 സൂഫി സെക്ട്സ് നോൺ ആസ് സിൽസില, ദ ചിഷ്ടി ആൻഡ് സുഹ്രവർദി സിൽസില റീച്ച്ഡ് ഇന്ത്യ. അപ്പോൾ എത്ര സൂഫി സെക്ട്, എത്ര വിഭാഗങ്ങളുണ്ടായിരുന്നു? 12 സൂഫി വിഭാഗങ്ങളുണ്ടായിരുന്നു. സൂഫി വിഭാഗത്തെ അറിയപ്പെട്ടിരുന്ന, സെക്ട്സിനെ അറിയപ്പെട്ടിരുന്നത് സിൽസില എന്നായിരുന്നു. അപ്പോൾ ഈ 12 എണ്ണത്തിൽ നിന്നും ഇന്ത്യയിൽ വന്നത് ഏതൊക്കെയാണ്? ദി ചിഷ്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം, സുഹ്രവർദി റീച്ച്ഡ് ഇന്ത്യ, ഈ 2 പ്രസ്ഥാനമായിരുന്നു ഇന്ത്യയിൽ വന്നത്. ദ സൂഫി മാസ്റ്റേഴ്സ് വെയർ ദ ഓൺസ് ഹു ഗേവ് ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ലൈഫ്. അപ്പോൾ ഈ സൂഫി സന്യാസിമാർ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്തിനാണ്? ആത്മീയ ജീവിതത്തിനായിരുന്നു. അബ്സ്റ്റെയിനിങ് ഫ്രം ലക്ഷൂറിയസ് ലൈഫ്. അപ്പോൾ ലക്ഷൂറിയസ് ലൈഫിൽ നിന്നും അവർ മാറി നിന്ന് ഏതിനാണ്? ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ലക്ഷൂറിയസ് ലൈഫ് എന്ന് വെച്ചാൽ ആഡംബര ജീവിതം. നെക്സ്റ്റ് നോക്കൂ, ദ സൂഫി മാസ്റ്റേഴ്സ് വാസ് കാൾഡ് പിർ. അപ്പോൾ അവരെ വിളിക്കുന്ന അതായത് ഷെയ്ഖ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഷെയ്ഖ് മുഹമ്മുദ്ദീൻ ഔലിയ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഗുരു എന്ന് പറയുന്ന വാക്കാണ്. അപ്പം ഷെയ്ഖ് എന്ന് പറയുന്നത്, ഷെയ്ഖ് ഓർ പിർ. ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വെയർ കാൾഡ് മുരീദ്. അദ്ദേഹത്തിൻ്റെ അനുയായികളെ പറയുന്ന പേരാണ് മുരീദ്. ദ ഖാൻഖാസ് വെയർ ദ സൂഫീസ് റിസൈഡ് വെയർ ദ സോഷ്യൽ സെൻറ്റേഴ്സ് ഓഫ് ദി ടൈം. അതായത് ഖാൻഖാസ് ഞാൻ ആദ്യമേ പറഞ്ഞു, അവരുടെ താമസ സ്ഥലത്തെയാണ് ഖാൻഖാസ് എന്ന് പറയുന്നത്. അതൊരു സോഷ്യൽ സെൻറ്റേഴ്സ് ആയിരുന്നു ആ സമയത്തെ. സോഷ്യൽ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക കേന്ദ്രങ്ങൾ. അടുത്തത്, ഖവാലി ആർ ദ ഡിവോഷണൽ സോങ്സ് റെൻഡേഡ് ഇൻ എ സ്പെഷ്യൽ ചാറ്റിംഗ് സ്റ്റൈൽ കാൾഡ് സമ ഇൻ എ സൂഫി സെൻറ്റേഴ്സ്. ഖവാലീസ് എന്ന് പറഞ്ഞാൽ, ഖവാലികൾ എന്ന് പറഞ്ഞാൽ ആ ഡിവോഷണൽ സോങ്സ്,
ഭക്തിഗാനങ്ങളാണ് റെൻഡഡ് ഇൻ എ സ്പെഷ്യൽ ചാറ്റിംഗ് സ്റ്റൈൽ. ആലപിച്ചിരുന്നത് ഒരു പ്രത്യേക ഗാനാലാപന ശൈലിയിലായിരുന്നു. ആ ശൈലിയെ പറയുന്ന പേരാണ് സമ ഇൻ ദ സൂഫി സെൻറ്റേഴ്സ്. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഖവ്വാലികൾ. ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് ആൻഡ് മുഗൾ പീരീഡ്, സുൽത്താനേറ്റിലും മുഗൾ കാലഘട്ടങ്ങളിലും സൂഫി വെയർ ഏബിൾ ടു ബ്രിങ് അബൌട്ട് യൂണിറ്റി അമംഗ് ഡിഫറെൻറ്റ് റിലീജിയസ് സെക്ട്സ്. അതായത് സൂഫി അവർക്ക് മുഗൾ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. അതാണ് പറയുന്നത് സൂഫി വെയർ ഏബിൾ ടു ബ്രിങ്, സൂഫികൾക്ക് സാധിച്ചിരുന്നു. ബ്രിങ് അബൌട്ട് യൂണിറ്റി, എന്തു കൊണ്ടുവരാൻ, ഐക്യം കൊണ്ടുവരാൻ. അമംഗ് ഡിഫറെൻറ്റ് റിലീജിയസ് സെക്ട്സ്, പല മതവിഭാഗങ്ങൾക്കിടയിൽ. ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. മേജർ സൂഫി മാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് റിലീജിയൻ റിലേറ്റഡ് ടു ദം ആർ ഗിവൺ ബിലോ. പ്രധാനപ്പെട്ട സൂഫി സെയിൻറ്റുകൾ, സൂഫി സന്യാസിമാരെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. പ്രോമിനൻറ്റ് സൂഫി മാസ്റ്റേഴ്സ്: ഷെയ്ഖ് സിഹാബുദ്ദീൻ സുഹ്രവർദി, അതാണ് സിൽഹത്ത്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, ഡൽഹിയിൽ റീജിയൻസ് ആണേ. ഖാജ മൊയിനുദ്ദീൻ ചിഷ്ടി, അജ്മീറിൽ. പ്രധാനപ്പെട്ട സൂഫി മാസ്റ്റേഴ്സും അവരുടെ റീജിയൻസും സ്ഥലങ്ങളും. നമ്മളെന്താ പറയുക, സൂഫീസ് വെയർ ദോസ് ഹു അക്സെപ്റ്റഡ് ഡിവോഷൻ ആസ് ദ മീൻസ് ടു അപ്രോച്ച് ഗോഡ്. ദൈവത്തിലെത്താൻ പ്രധാനപ്പെട്ട മാർഗം എന്താണ്? ഡിവോഷണൽ സോങ്സ് ആണ്. അക്സെപ്റ്റഡ് ഡിവോഷൻ, ഭക്തിയാണ്. സൂഫി സ്കോളേഴ്സ് തോട്ട് ദാറ്റ് വൺ ഓഫ് ദ വേസ് ടു ആക്സസ് ഗോഡ് വാസ് ഡിവോഷണൽ സിംഗിങ്. ഭക്തി ഗാനങ്ങളാണ് ദൈവത്തിലെത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഇത് രണ്ടും അവർ വിശ്വസിച്ചിരുന്നു. ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജസ്. വെർണാക്കുലർ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാദേശിക ഭാഷ. ഭക്തി സൂഫി പ്രൊപ്പഗേറ്റ്സ്. സൂഫി സന്യാസിമാരും പ്രൊപ്പഗേറ്റേഴ്സ് യൂസ്ഡ് വെർണാക്കുലർ ലാംഗ്വേജസ്. അവർ പ്രാദേശിക ഭാഷയാണ് ഈ പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്നത്. ടു സ്പ്രെഡ് ദർ ഐഡിയാസ് എമംഗ് കോമൺ പീപ്പിൾ. സാധാരണക്കാരുടെ ഇടയിൽ ഈ ഒരു ഐഡിയാസുകൾ, ആശയങ്ങൾ സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ട്. സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. ഇത് എന്തിനു വഴിതെളിച്ചു? റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷ തന്നെയാണ്. പ്രാദേശിക ഭാഷ ഡെവലപ്പ് ചെയ്യാൻ പുരോഗതി പ്രാപിച്ചു ഇതുമൂലം. മെനി ഡിവോഷണൽ പൊയംസ് വെയർ കമ്പോസ്ഡ് ഇൻ ലാംഗ്വേജസ് ലൈക്ക് തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്കു, കന്നഡ ആൻഡ് മലയാളം എക്സെട്ര. ധാരാളം ഭക്തിഗാനങ്ങൾ അവർ കമ്പോസ് ചെയ്തു, എഴുതി. ഏതൊക്കെ ലാംഗ്വേജിലാണ്? ഇൻ ലാംഗ്വേജസ് ലൈക്ക് തമിഴിൽ, പഞ്ചാബിയിൽ, ബംഗാളിൽ, മറാത്തി, തെലുങ്കു, കന്നഡ ആൻഡ് മലയാളം. മെനി അതർ ലിറ്റററി വർക്ക്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ് വെർ ആൾസോ കമ്പോസ്ഡ്. പിന്നെയും ഒരുപാട് വർക്കുകൾ പ്രാദേശിക ഭാഷയിൽ കമ്പോസ് ചെയ്തു, എഴുതുകയുണ്ടായി. ഉറുദു, എ കോമ്പിനേഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി. അപ്പോൾ ഉറുദു ഭാഷയിൽ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യാസ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഉറുദു എന്ന് പറയുന്ന ഭാഷ ഉണ്ടായത് ഏതൊക്കെ ചേർന്നിട്ടാണ്? പേർഷ്യനും ഹിന്ദി ഭാഷയും ചേർന്നിട്ടാണ് ഉറുദു ഭാഷ ഉണ്ടായത്. ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യാസ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ. ഉറുദു എന്ന് പറയുന്ന ഭാഷ ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയം, കൾച്ചറൽ ഇൻ്റഗ്രേഷന് എക്സാമ്പിളാണ്. അമീർ ഖുസ്രു വാസ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രോമിനൻറ്റ് റൈറ്റേഴ്സ് ഓഫ് ദി ഉറുദു ലാംഗ്വേജ്. ഞാൻ പറഞ്ഞല്ലോ അമീർ ഖുസ്രുവിനെ പറ്റി ആദ്യമേ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ പറഞ്ഞതാണ്. മോസ്റ്റ് പ്രോമിനൻറ്റ് റൈറ്റേഴ്സ് ഓഫ് ഉറുദു ലാംഗ്വേജിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സാണ് ഡ്യൂറിങ് ദിസ് പീരീഡ്. കബീർസ് ദോഹ എൻറ്റേർഡ് ദ ഹിന്ദി ലാംഗ്വേജസ്. അപ്പോൾ കബീറിൻ്റെ എൻറിച്ച്ഡ് ഹിന്ദി ലാംഗ്വേജസ്. കബീർസ് ദോഹ എൻറിച്ച്ഡ് ദ ഹിന്ദി ലാംഗ്വേജസ്. മഹാഭാരത, രാമായണ ആൻഡ് അതർ വർക്ക്സ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വേരിയസ് റീജിയണൽ ലാംഗ്വേജസ്. മഹാഭാരതയും രാമായണയും നമ്മുടെ രണ്ട് ഇതിഹാസങ്ങളാണ്. അത് മറ്റുള്ള ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ആരാണ് ഷാജഹാൻ്റെ മകനായിട്ടുള്ള ഷിക്കോവ് എങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു? പേർഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അതാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു പേരോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ റെഫർ ചെയ്തത് വെക്കണം. ഏതെങ്കിലും, കാരണം ഈ ഹിസ്റ്ററി ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഹിസ്റ്ററിയാണ്, സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി പാർട്ടാണ്. അപ്പം ഇപ്പം പഠിച്ചത് തന്നെ ഇനി മുകളിലോട്ടും പഠിക്കുമ്പം അതിൻ്റെ റെഫറൻസുകൾ വരാൻ ചാൻസ് ഉണ്ട്. 8th-ലും 9th-ലും ഒക്കെ പഠിക്കുമ്പം. ഓക്കെ, 10th-ൽ. ഓക്കെ, അപ്പം എന്ത് ചെയ്തു? ഇവർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു വേരിയസ് റീജിയണൽ ലാംഗ്വേജസ്. ദിസ് ലെഡ് ടു ദ റീജുവനേഷൻ ഓഫ് ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ. റീജുവനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണർവേകി, അതാണ് റീജുവനേഷൻ. ഇതെന്തു ചെയ്തു? ലാംഗ്വേജിനും ഭാഷയ്ക്കും ലിറ്ററേച്ചർ സാഹിത്യത്തിനും ഉണർവേകി. നെക്സ്റ്റ് ഒരു ബോക്സാണ് കിടക്കുന്നത്. മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്.
പ്രാദേശിക ഭാഷയിലുണ്ടായ പ്രധാന സാഹിത്യകൃതികളും അതിൻ്റെ രചയിതാക്കളും. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വെർനാക്കുലർ ലാംഗ്വേജ്. തമിഴിലുണ്ടായതാരാണ്? ലിറ്റററി വർക്കിൻ്റെ പേര് നലയിറ ദിവ്യപ്രബന്ധം. തിരുമുറൈകൾ ആരാണ് എഴുതിയത്? ആൾവാർസും നയനാർസും നമ്മൾ പഠിച്ചതാണ്. കന്നഡയിൽ വചനാസ്. ബസവണ്ണ, അക്ക മഹാദേവി, അല്ലാമ പ്രഭു. തെലുങ്കുവിൽ ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത, നന്നയ്യ, തിക്കണ്ണ, കെരപ്രഗത. പേരുകളൊക്കെ ഇച്ചിരി പഠിച്ചു വയ്ക്കാൻ ഇച്ചിരി പാടാണ്. എന്തു ചെയ്യണം? എഴുതി പഠിക്കണം. പിന്നെ ബംഗാളിയിൽ ഗീതാ ഗോവിന്ദ ജയദേവ എഴുതിയത്. ഹിന്ദിയിൽ പത്മാവത് മാലിക് മുഹമ്മദ് ജെയ്സി. മലയാളത്തിൽ ജ്ഞാനപ്പാന പൂന്താനം, അതറിയാമല്ലോ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മുഹിയുദ്ദീൻ മാല ഖ്വാസി മുഹമ്മദ്. അപ്പം മലയാളത്തിൽ ഭക്തി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരാണ് പൂന്താനം ജ്ഞാനപ്പാന എഴുതിയതും അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനൊക്കെ ആരുമായിട്ട്? കേരളത്തിലെ ഭക്തി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടതാണ്, മറക്കരുത്. ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ്, അതിൻ്റെ സ്വാധീനം. Whatever the changes happened in the society as a result of Bhakti Sufi movements, observe the given illustrations. Whatever ഭക്തി മൂവ്മെൻറ്റ് മൂലം സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു? ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. റിലീജിയസ് ടോളറൻസ് വന്നു, മതസഹിഷ്ണുത വന്നു. ഇൻഫ്ലുവൻസ് പിന്നെന്തുവാണ്? ആറ്റിറ്റ്യൂഡ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വ്യവസ്ഥക്കെതിരെ ഒരു മനോഭാവം വന്നു. നെക്സ്റ്റ് എന്തോ? ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ്, അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മനോഭാവം. ഇമ്പോസ്ഡ് അടിച്ചേൽപ്പിക്കപ്പെട്ട, കസ്റ്റംസ് ആചാരങ്ങൾ, അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു മനോഭാവം. ഇതൊക്കെയാണ് ഭക്തി സൂഫി മൂവ്മെൻറ്റ് മൂലം സമൂഹത്തിലുണ്ടായ ഇൻഫ്ലുവൻസ്, സ്വാധീനം. നെക്സ്റ്റ് നോക്കൂ. ദ മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ ഹൈറാർക്കിക്കൽ ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ ഇൻഇക്വാളിറ്റി. സോഷ്യൽ ഇൻഇക്വാളിറ്റീസിനെ പറ്റിയൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് മുതൽ ചർച്ച ചെയ്യുവാണ്. ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദാറ്റ് ടൈം വെയർ ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ചാപ്റ്റേഴ്സ്. ആ സമയത്ത് നമ്മൾ അവിടെ നിലനിന്നിരുന്ന അടിമത്തത്തെപ്പറ്റി, അതായത് നമ്മൾ മിഡീവൽ ഇന്ത്യ, മുഗൾ പീരീഡ്, നമ്മൾ ഷാജഹാൻ്റെയൊക്കെ പീരീഡ് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇൻ ദിസ് കണ്ടസ്റ്റ് ഭക്തി സൂഫി മൂവ്മെൻറ്റ്സ് ഹാവ് പ്ലേഡ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ചേഞ്ചിങ് കോൺഫ്ലിക്ട്സ്, ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ ആൻഡ് ക്രിയേറ്റിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പീസ് ആൻഡ് ഹാർമണി. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഭക്തി സൂഫി മൂവ്മെൻറ്റ് ഹൗ പ്ലേഡ് ആൻഡ് ക്രിട്ടിക്കൽ റോൾ, ഒരു പ്രധാനപ്പെട്ട റോൾ വഹിച്ചു ഇൻ റെഡ്യൂസിങ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ വഴക്കുകൾ ഒഴിവാക്കുന്നതിനും, ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ, ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും, ആൻഡ് ക്രിയേറ്റിംഗ് ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് പീസ് ആൻഡ് ഹാർമണി, സമാധാനവും സാഹോദര്യവും പോലുള്ള ഹാർമണി. അപ്പം യുദ്ധങ്ങൾ കുറച്ച്, സംഘർഷങ്ങൾ കുറച്ച് ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഈ ഭക്തി സൂഫി പോയിറ്റ്സ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. ദീസ് മൂവ്മെൻറ്റ്സ് വെയർ സക്സസ്ഫുൾ ഇൻ ബ്രിങ്കിങ് ദെയർ ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് ടു ദ കോമൺ പീപ്പിൾ. അതായത് ഈ മൂവ്മെൻറ്റ്സ് വിജയിച്ചു. എന്തിനാണ്? ബ്രിങ്ങിങ് ദ ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് ടു ദി കോമൺ പീപ്പിൾ. സാധാരണക്കാരുടെ ഇടയിൽ പല പല മതങ്ങളുടെ ആശയങ്ങൾ കൊണ്ടുവരുന്നതിൽ വിജയിച്ചു. ദ ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി ആൻഡ് സൂഫി ഐഡിയാസ് ഹെൽപ്ഡ് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് കാസ്റ്റ് ആൻഡ് റിലീജിയൻസ് ടു കോ എക്സിസ്റ്റ്. വിവിധ ജാതി മത വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി. കോ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ സഹവർത്തിത്വത്തോടെ. ദി ഹാൾമാർക്ക് ഓഫ് മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി such as communal harmony, unity in diversity, fraternity, equality and pluralism have evolved from the influence of Bhakti Sufi movements. അതായത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രകളായിട്ടുള്ള ഏകത്വം, സാഹോദര്യം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടതാണ്.
ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. മിഡീവൽ ഇന്ത്യ ഭക്തി മൂവ്മെൻറ്റ്സ്. നിങ്ങൾ നന്നായിട്ട് പുസ്തകം വായിക്കുക. പുസ്തകം വായിച്ചിട്ടേ കാര്യമുള്ളൂ. പുസ്തകം നന്നായിട്ട് വായിക്കുക. പുസ്തകം വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ എല്ലാം നമ്മുടെ തലയിൽ തന്നെ വരും. ഓക്കെ, താങ്ക് യു സോ മച്ച്.